മലപ്പുറം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തെയും അവിടെയുള്ള വിദ്യാലയത്തെയും ഒരേപോലെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് വാൽപ്പാറയിൽ നിന്നുള്ള ആ ദാരുണ മരണവാർത്ത എത്തിയത്. വേനലവധി ആഘോഷിക്കാനും മനസ്സിനൽപ്പം ഉന്മേഷം പകരാനുമായി പുറപ്പെട്ട ഒരു അധ്യാപക സംഘത്തിന്റെ വിനോദയാത്ര അന്ത്യയാത്രയായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വാൽപ്പാറ പാതയിൽ വെച്ച് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് 9 മലപ്പുറം സ്വദേശികൾക്കാണ് ജീവൻ നഷ്ടമായത്. മലപ്പുറം ജില്ലയിലെ പാങ്, ചേണ്ടി, പാറമൽ GLPS സ്കൂളിലെ അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂളിലെ പ്രധാന അധ്യാപിക അജിതയടക്കം 9 പേരുടെ വേർപാട് ഈ നാടിന് നികത്താനാവാത്ത നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സന്തോഷത്തോടെ പാട്ടുപാടിയും ചിരിച്ചും നീങ്ങിയ ആ യാത്ര നിമിഷ നേരം കൊണ്ട് നിലവിളികൾക്കും കണ്ണീരിനും വഴിമാറുകയായിരുന്നു. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങവെയാണ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് ആഴത്തിലുള്ള കൊക്കയിലേക്ക് മറിഞ്ഞത്. അപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന വിധത്തിൽ വാഹനത്തിൽ അവശേഷിക്കുന്ന ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ദുരന്ത വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. തമിഴ്നാട് പൊള്ളേച്ചി വാൽപ്പാറ പാതയിൽ 9ാം ഹെയർപിൻ വളവിന് സമീപം നടന്ന അപകടം കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ യാത്രാ ദുരന്തങ്ങളിൽ ഒന്നാണ്. അപകടത്തിന്റെ തീവ്രത വെളിവാക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ദുരന്ത സ്ഥലത്തു നിന്നും പുറത്തുവരുന്നത്. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ട്രാവലർ നിയന്ത്രണം വിട്ട് ആഴത്തിലുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ചിന്നിച്ചിതറിക്കിടക്കുന്ന വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ അപകടം എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ആഴത്തിലുള്ള കൊക്കയിലേക്ക് പതിച്ച വാഹനം പൂർണ്ണമായി തകർന്നുപോയി. പ്രധാനാധ്യാപകർ ഉൾപ്പെടെ 9 പേരുടെ ജീവനാണ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ നഷ്ടമായത്. ദുരന്ത വിവരം പുറലോകം അറിഞ്ഞത് വളരെ യാദൃച്ഛികമായാണ്. അപകടം നടന്ന വാഹനത്തിന് തൊട്ടു പിന്നാലെ എത്തിയ KSRTC സ്വിഫ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നവരാണ് വിവരം അധികൃതരെ അറിയിച്ചത്. ദുർഘടമായ പാതയിലൂടെ താഴേക്ക് ഇറങ്ങി ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടതും ഇവർ തന്നെയായിരുന്നു. ഇവരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് പരിക്കേറ്റവരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. തമിഴ്നാട് പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊക്കയുടെ ആഴവും വെളിച്ചക്കുറവും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായിരുന്നു. അതീവ വേഗത്തിൽ പരിക്കേറ്റവരെ പൊള്ളാച്ചിയിലെയും കോയമ്പത്തൂരിലെയും ആശുപത്രികളിൽ എത്തിക്കാൻ സാധിച്ചു. നിലവിൽ പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണ്. തമിഴ്നാട് സർക്കാരുകൾ രക്ഷാപ്രവർത്തനത്തിനായി കൈകോർത്തു. സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്താൻ മന്ത്രി കൃഷ്ണൻകുട്ടി പൊള്ളാച്ചി ആശുപത്രിയിൽ എത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനും മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാനും സർക്കാർ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മലപ്പുറം ജില്ലയിലെ പാങ്, ചേണ്ടി, പാറമൽ സ്കൂളിൽ ഉണ്ടായ വലിയ ആഘാതത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഭരണപ്രതിപക്ഷ നേതാക്കൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരേ മനസ്സോടെയാണ് ഇടപെടുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുണ്ടായ അപകടത്തെക്കുറിച്ച് കേട്ടപ്പോൾ അതീവ ദുഃഖം തോന്നിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അപകടത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പം എന്റെ പ്രാർത്ഥനകൾ ഉണ്ടാകും, പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ദുരന്തത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്രത്തിലെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. വാൽപ്പാറയിൽ മലയാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനാപകടത്തിൽ യാത്രികർ ജീവൻ നഷ്ടപ്പെട്ടത് ഏറെ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്കൂൾ അധ്യാപികയും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ സംഘത്തിലെ വിയോഗം നാടിനാകെ നികത്താനാവാത്ത നഷ്ടമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സഹായം ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരുമായി ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകുമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. വളരെ ദുഃഖകരവും വേദനാജനകവുമായ വാർത്തയാണിതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സ്കൂൾ അധ്യാപകരുടെ സംഘം അപകടത്തിൽപ്പെട്ടത് ആ വിദ്യാലയത്തെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് തീരാ നഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദുഃഖത്തിലാഴുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ മതിയാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രി K കൃഷ്ണൻകുട്ടി നേരിട്ട് പൊള്ളാച്ചി ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ അദ്ദേഹം ഉറപ്പുവരുത്തി. വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി നഷ്ടമായതിനാൽ മന്ത്രി V ശിവൻകുട്ടിയും വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു. വാൽപ്പാറയിലെ ഈ ദാരുണമായ സംഭവം കേരളത്തിന്റെ നോവായി മാറുമ്പോൾ വിനോദയാത്രകൾക്കിടയിൽ നാം പുലർത്തേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഇത് ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സന്തോഷിക്കാൻ പോകുന്ന യാത്രകൾ പാതി വഴിയിൽ നിലച്ചു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഡ്രൈവർക്കും യാത്രക്കാർക്കും ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വാൽപ്പാറയിലെ 9ാം ഹെയർപിൻ വളവിന് സമീപമാണ് ഈ അപകടം നടന്നത്. ഇത്തരം കുത്തനെയുള്ള ഇറക്കങ്ങളും വളവുകളുമുള്ള പാതകളിൽ പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് പോലും ചെറിയൊരു അശ്രദ്ധ വലിയൊരു വിപത്തായി മാറും. വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ അപകടത്തിന്റെ ആഘാതമായിരുന്നു നമുക്ക് വ്യക്തമാക്കി തന്നത്. ബ്രേക്ക് ഫെയിലിയർ പോലെയുള്ള സാങ്കേതിക തകരാറുകളോ ഡ്രൈവർക്കുണ്ടാകുന്ന ഉറക്കക്ഷീണമോ ഇത്തരം ദുരന്തങ്ങളിലേക്ക് നയിക്കാറുണ്ട്. പലപ്പോഴും വിനോദയാത്രകളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള തിടുക്കത്തിൽ ഡ്രൈവർമാർക്ക് കൃത്യമായ വിശ്രമം ലഭിക്കാറില്ല. രാത്രികാലങ്ങളിലെ തുടർച്ചയായ ഡ്രൈവിംഗ് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അപകടത്തിൽ മലപ്പുറത്തെ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപിക അജിത ഉൾപ്പെടെയുള്ള അധ്യാപകരാണ് മരിച്ചതെന്നത് ആ വിദ്യാലയത്തിനും നാടിനും തീരാ നഷ്ടമാണ്. അപകടം നടന്ന ഉടൻ തന്നെ കേരള സർക്കാർ ഇടപെടുകയും മന്ത്രി കൃഷ്ണൻകുട്ടി നേരിട്ടെത്തി സാഹചര്യം വിലയിരുത്തുകയും ചെയ്തിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു.
എന്നാൽ കേവലം അനുശോചനങ്ങളിലും ധനസഹായങ്ങളിലും ഒതുങ്ങാതെ വിനോദസഞ്ചാര വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയും ഡ്രൈവർമാർക്കുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഉറപ്പാക്കാൻ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. യാത്രകൾക്കിടയിൽ വാഹനത്തിന്റെ വേഗതയെക്കുറിച്ചും ഡ്രൈവറുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ചും യാത്രക്കാർ ബോധവാന്മാരായിരിക്കണം. പ്രത്യേകിച്ച് കൊക്കകളും വളവുകളുമുള്ള അപകട സാധ്യതയുള്ള പാതകളിൽ അമിത വേഗം ഒഴിവാക്കുന്നത് ദുരന്തങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പാറമൽ സ്കൂളിനും മലപ്പുറം ജില്ലയ്ക്കുമുണ്ടായ വലിയ നഷ്ടത്തിൽ നമുക്കും പങ്കുചേരാം.